Hello friends, welcome back to Technique Malayalam. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് iQOO Neo 9 Proന്റെ ചാർജിങ് ടെസ്റ്റ് ആണ്. അപ്പോൾ iQOO Neo 9 Proയിൽ 5180 mAh കപ്പാസിറ്റി ബാറ്ററിയാണ്. ചെറിയൊരു ഇൻക്രീസ് ഉണ്ട് ബാറ്ററി കപ്പാസിറ്റി. അതിനൊപ്പം തന്നെ 120 വാട്ട് ചാർജിങ് ആണ് വരുന്നത്. അപ്പോൾ iQOOന്റെ എല്ലാ മിഡ് റേഞ്ചും പ്രീമിയം ഡിവൈസസും എല്ലാം വരുന്ന അതേ 120 വാട്ട് അഡാപ്റ്റർ തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. USB Type C to Type C Vivo ഫ്ലാഷ് ചാർജ് ആണ് വരുന്നത്. ഇത് 120 വാട്ട് അഡാപ്റ്റർ ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു അഡാപ്റ്റർ വെച്ചാണ് നമ്മൾ ചാർജ് ചെയ്യാൻ പോകുന്നത്. USB Type C to Type C ചാർജറാണ്. അപ്പോൾ iQOO Neo 9 Proൻ്റെ ചാർജിങ് ടെസ്റ്റാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ കാണാം 1% ബാറ്ററി എന്ന് കാണാം. അപ്പോൾ ഈ ഒരു സ്റ്റാർട്ടിങ് ചെയ്യാൻ പോകുന്നത് 1% ബാറ്ററിയിലാണ് നമ്മൾ സ്റ്റാർട്ടിങ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചാർജിങ് ടൈം എത്ര എടുക്കും നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് iQOO Neo 9 Pro കാണിച്ചു തരാം. സെറ്റിങ്സിലൊന്ന് പോയിട്ട് അബൌട്ട് ഫോൺ ഒന്ന് കാണിച്ചു തരാം. ഫൺ ടച്ച് OS 14 സ്നാപ്ഡ്രാഗൺ 8 Gen 2 ആണ് വരുന്നത്. ആൻഡ്രോയിഡ് 14 ഔട്ട് ഓഫ് ദ ബോക്സ് ആണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ചാർജിങ് ടെസ്റ്റാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. 120 വാട്ട് ചാർജർ വെച്ച് എത്ര സമയം എടുക്കും നമുക്ക് നോക്കാം. അപ്പോൾ 1% ബാറ്ററിയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമുക്ക് ചാർജിങ് തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ടൈമർ ഓൺ ചെയ്യാം. അതിന് മുമ്പായിട്ട് പ്ലഗ് ഒന്ന് കണക്ട് ചെയ്തിരിക്കുകയാണ്. ചാർജർ കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ കാണാം ഫാസ്റ്റ് ചാർജിങ് സ്റ്റാർട്ടായി. അപ്പോൾ നമുക്ക് അതുണ്ടല്ലേ 1% സ്റ്റാർട്ടായി. അപ്പോൾ നമ്മൾ ടൈമറും കൂടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നല്ലൊരു സ്പീഡ് ചാർജിങ് ആണ് നമുക്കറിയാം, അതിലൊരു സംശയമില്ല. അപ്പോൾ 2 minutes ഓഫ് ചാർജിങ് ആണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. അത് 5 minutes ഓഫ് ചാർജിങ്. അപ്പോൾ 5 minutes നമ്മൾ എത്ര ചാർജിങ് ആകും നമുക്ക് നോക്കാം. അപ്പോൾ 4 minute 50 second ആയിരിക്കുകയാണ്. അപ്പോൾ ടെമ്പറേച്ചർ നോക്കുകയാണെങ്കിൽ 37 ഡിഗ്രിയാണ്, 37.6 ഡിഗ്രിയാണ്. അപ്പോൾ അത് വലിയൊരു ഹീറ്റൊന്നുമല്ല, നോർമൽ ടെമ്പറേച്ചർ തന്നെയാണ്, റൂം ടെമ്പറേച്ചർ തന്നെയാണ്. അപ്പോൾ 5 minutes ഓഫ് ചാർജിങ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ബാറ്ററി ടെമ്പറേച്ചർ എന്ന് പറയാവുന്നത്. 5 minutes ഓഫ് ചാർജിങ്ങിൽ എത്രയും നോക്കാം. 21% ബാറ്ററി. വെറും 5 minute ചാർജിങ് ചെയ്തപ്പോൾ 21% ബാറ്ററി ആയിരിക്കുകയാണ്. അടുത്തത് നമ്മൾ 10 minute ഓഫ് ചാർജിങ്ങിൽ എത്ര എടുക്കും നോക്കാം. അപ്പോൾ 10 minutes വീണ്ടും തന്നെ ബാറ്ററി ടെമ്പറേച്ചർ കുറച്ചും കൂടി ഇൻക്രീസ് ആയി എന്ന് പറഞ്ഞാൽ 2 ഡിഗ്രി ഇൻക്രീസ് കൂടെ വന്നിട്ടുണ്ട്. 39.4 വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു ഇൻക്രീസ് ഡെഫിനറ്റ്ലി വരും, കാരണം 120 വാട്ട് നല്ലൊരു ഫാസ്റ്റ് ചാർജിങ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ഇൻക്രീസ് വരാൻ ചാൻസ് ഉണ്ട്. 10 minute ഓഫ് ചാർജിങ്ങിൽ 40% വെറും 10 minute ചാർജ് ചെയ്താൽ 40% ഓഫ് ദ ബാറ്ററി കംപ്ലീറ്റ് ആവും എന്നുള്ളതാണ്. അത്രയും ഫാസ്റ്റാണ് ചാർജിങ് വരുന്നത്. അപ്പോൾ 41% 10 minute നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. അടുത്ത നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് എത്ര ടൈം എടുക്കും നമുക്ക് നോക്കാം. അപ്പോൾ 15 minutes ഓഫ് ചാർജിങ്, 15 minute ചാർജ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ 40 ഡിഗ്രി വരെ എത്തിയിരിക്കുന്നു ടെമ്പറേച്ചർ. എന്നാൽ പോലും ഇത് വലിയൊരു ഹീറ്റിംഗ് ഇഷ്യൂ ഒന്നുമല്ല, കാരണം നമ്മൾ 120 വാട്ട് ചാർജർ യൂസ് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി ഹീറ്റ് വരും. അപ്പോൾ 15 minutes 59% ബാറ്ററി ആയിരിക്കുകയാണ്. 59, ഇൻഫാക്ട് ഇപ്പോൾ 60% ആയിരിക്കുകയാണ്. 15 minute 60% ബാറ്ററി ആയിരിക്കുകയാണ് iQOO Neo 9 Pro. അപ്പോൾ നല്ല ഫാസ്റ്റ് ആണെങ്കിൽ 40% കൂടെ ഫില്ല് ചെയ്യാനുണ്ട്. അപ്പോൾ അടുത്ത് നമ്മൾ 20 minutes ഓഫ് ചാർജിങ്ങിൽ എത്ര ബാറ്ററി ആയിരിക്കും നോക്കാം. അപ്പോൾ 20 minutes 75% ആയിരിക്കുകയാണ്. വീണ്ടും തന്നെ നല്ല ഫാസ്റ്റാണ്. 20 minutes 76%. ടെമ്പറേച്ചർ ഒന്നുകൂടി നോക്കാം. ഏറെക്കുറെ അത് തന്നെയാണ്, 39.1 വരുന്നത്. അപ്പോൾ ഏറെക്കുറെ അതേ ടെമ്പറേച്ചർ തന്നെയാണ്. പിന്നെ അതിനിപ്പുറം കൂടിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. 25 minute ഓഫ് ചാർജിങ് ആയിരിക്കുകയാണ്. 25 minutes. അപ്പോൾ ബാറ്ററി എത്രയാണ് നമുക്ക് നോക്കാം. 25 minutes 93% ബാറ്ററി ആയിരിക്കും. ഈ വെറും 7% കൂടെ ബാക്കിയുള്ളൂ. 5180 mAh കപ്പാസിറ്റി ബാറ്ററിയിൽ വെറും 7% കൂടി ബാക്കിയുള്ളൂ. അപ്പോൾ എത്ര ടൈം എടുക്കുന്നു നമുക്ക് നോക്കാം. ഈ ഫൈനൽ റീഡിങ്സ് എത്രയാണ് നമുക്ക് നോക്കാം. അതായത് ഈ 7% ഫില്ല് ചെയ്യാൻ എത്ര ടൈം എടുക്കും നോക്കാം. അപ്പോൾ 27 minute 35 second 100% ബാറ്ററി ആയിരിക്കുകയാണ്. അപ്പോൾ 27 minute 1 to 100% ചാർജ് ചെയ്യാൻ എടുത്ത ടൈം. നല്ല ഒരു ഫാസ്റ്റ് ചാർജിങ് ആണ് ഡെഫിനറ്റ്ലി നമുക്ക് പറയാൻ സാധിക്കും, കാരണം നല്ല ഒരു ക്വിക്കായിട്ടാണ് ഇത് ചാർജ് ആയത്. 27 minute 1 to 100% ആണ് ചാർജ് ആയിരിക്കുകയാണ് iQOO Neo 9 Pro. അപ്പോൾ ഇതായിരുന്നു iQOO Neo 9 Pro ചാർജിങ് ടെസ്റ്റ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.